അടുത്ത 70-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ചന്ദ്രനിലേക്ക് വായിക്കാവോ? വായിക്കാം. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി നഃ കാമകാമി. നിറഞ്ഞു നില തെറ്റാതെ നിൽക്കുന്ന സമുദ്രത്തെ നാനാ നദികളിലെ ജലം പ്രവേശിക്കുന്നത് പോലെ സർവകാമനകളും ആരെ പ്രവേശിക്കുന്നുവോ അവൻ ശാന്തി അനുഭവിക്കുന്നു. ഭോഗേച്ഛുവിന് ശാന്തി അനുഭവിക്കാൻ പറ്റില്ല. ബ്രഹ്മനിഷ്ഠന്റെ ഹൃദയത്തെ സമുദ്രത്തോട് ഉപമിക്കാം. പല നദികളിലൂടെയും എപ്പോഴും സമുദ്രത്തിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു, എങ്കിലും അതിലെ ജലവിധാനം പൊങ്ങുന്നില്ല. അതേപോലെ എണ്ണമറ്റ പ്രപഞ്ച വിഷയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ വഴി മനസ്സിൽ കടന്നു ചെല്ലുന്നുവെങ്കിലും ജ്ഞാനി അക്ഷോഭ്യനായി നിലകൊള്ളുന്നു. വിഷയമധ്യത്തിലും മനസ്സിളകാത്ത ജ്ഞാനിക്ക് മാത്രമേ യഥാർത്ഥ ശാന്തിയും സുഖവും അനുഭവിക്കാനാവൂ എന്ന പ്രസ്താവന കൊണ്ട് തൃപ്തിപ്പെടാതെ വിഷയേച്ഛുക്കൾക്ക് മനഃശാന്തി കിട്ടില്ല എന്നുകൂടി ഗീതാചാര്യൻ തീർത്തു പറയുന്നു. ഇന്നത്തെ ഭൗതികവാദികൾ ഈ അഭിപ്രായത്തോട് യോജിക്കില്ല. കൂടുതൽ ആഗ്രഹങ്ങളെ മനസ്സിൽ ഉത്തേജിപ്പിക്കുകയും ആവുന്നത്ര നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് സുഖജീവിതത്തിന്റെ മാനദണ്ഡം എന്ന് അവർ കരുതുന്നു. പുത്തൻ പരിഷ്കാരത്തിന്റെ പേരിൽ വ്യവസായ മേഖലകൾ ഇളക്കിവിടുന്ന ആഡംബര ഭ്രമം മാനവരാശിയെ കലശലായി പിടികൂടിയിരിക്കുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഭൗതിക ശാസ്ത്രം തീർച്ചയായും വിജയിച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ആഗ്രഹങ്ങളുടെ എണ്ണം എത്രയോ മടങ്ങ് അധികമാണെന്ന് കാണാം. ഭൗതിക ശാസ്ത്രജ്ഞാനത്തിന്റെ സഹായത്തോടെ കുത്തക മുതലാളിമാരും വ്യവസായ പ്രമുഖന്മാരും പുതിയ പുതിയ ആഗ്രഹങ്ങൾ മനുഷ്യ മനസ്സിൽ കുത്തിത്തിരുകുന്നു. പിന്നീട് അവയെ നിറവേറ്റാൻ കിണഞ്ഞു ശ്രമിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നതാണ് കൂടുതൽ സുഖം നേടാനുള്ള ഉപായം എന്ന മിഥ്യാധാരണ സാധാരണക്കാരിൽ വേരുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ആഗ്രഹ പൂർത്തീകരണമല്ല സുഖത്തിന്റെ മാനദണ്ഡമെന്ന് കണ്ടറിഞ്ഞവരാണ് വിചാരശീലരും സൂക്ഷ്മ നിരീക്ഷകരും അനുഭവ സമ്പന്നരും ഭാരതീയ ദർശനികന്മാർ. ഓരോ ആളുടെയും ഉള്ളിൽ പൂർത്തീകരിക്കപ്പെടാത്ത ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ അവയിൽ ഏതാനും ചിലത് അവയിൽ ചേച്ചി ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ ചേച്ചി. വായിച്ചോളൂ. അവയിൽ ഏതാനും ചിലത് പൂർത്തീകരിക്കുമ്പോൾ പൂർണ്ണമായ സുഖം അനുഭവപ്പെടാൻ വയ്യല്ലോ. പൂർത്തീകരിക്കപ്പെട്ട ആഗ്രഹങ്ങളുടെ എണ്ണത്തെ വ്യക്തിയുടെ മൊത്തം ആഗ്രഹങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കിട്ടുന്നതായിരിക്കും അയാളുടെ സുഖത്തിന്റെ കണക്ക് എന്ന് പറയാം. ഈ വസ്തുത ഭൗതികവാദികൾ സമ്മതിക്കുമെങ്കിലും അവരുടെയും ഋഷിമാരുടെയും സമീപനങ്ങൾക്ക് വലിയ അന്തരമുണ്ട്. നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങളുടെ എണ്ണം കൂട്ടാനാണ് ഭൗതികവാദികൾ ശ്രമിക്കുന്നത്. അത് വേണ്ടെന്നല്ല, മൊത്തം ആഗ്രഹങ്ങളുടെ എണ്ണം ചുരുക്കാൻ നോക്കാതെ നിറവേറ്റപ്പെടുന്നവയുടെ എണ്ണം കൂട്ടിയത് കൊണ്ടായില്ല എന്നാണ് ഋഷിമാരുടെ പക്ഷം. സുഖം വർദ്ധിക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ ചുരുക്കണമെന്ന വസ്തുതയെ സശാന്തി മാപ്നോതി ന കാമനോതി കാമകാമി എന്ന പ്രഖ്യാപനം അരക്കിട്ടുറപ്പിക്കുന്നു. വിഷയങ്ങളിൽ വിരക്തി വന്നാൽ മനസ്സ് അടങ്ങും, ആഗ്രഹങ്ങൾ ഉദിക്കാതാവും. മനുഷ്യനെ വലയ്ക്കുന്നത് വിഷയങ്ങളല്ല, വിഷയാസക്തിയാണ്. വിഷയങ്ങൾ നമ്മെ കയറി പിടിക്കുന്നില്ല, അവയിൽ ഇല്ലാത്ത മൂല്യങ്ങൾ കൽപ്പിച്ച് മനസ്സ് അവയിൽ ആസക്തമായി ചമയുകയാണ്. അതാണ് ആപത്ത്. മനസ്സിലെ സർവകാമനകളെയും വെടിയുന്നതോടെ മനുഷ്യൻ സ്ഥിതപ്രജ്ഞനായി തീരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പ്രകരണം സ്ഥിതപ്രജ്ഞ ലക്ഷണം ആരംഭിച്ചത്. ആ ആശയത്തെ തന്നെ ഊന്നി പറഞ്ഞുകൊണ്ട് പ്രകൃതം ഉപസംഹരിക്കുന്നു. ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനി 2-3 ഇതുകൊണ്ട് തീരും. അത് ഇതിന്റെ മെയിൻ ഈ സ്ഥിതപ്രജ്ഞനാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മസംയമനം പരിശീലനം ചെയ്യുക എന്നുള്ളതിൻ്റെ ആ ആത്മസംയമനത്തിൽ കൂടി നമുക്ക് മനസ്സിനെ ബാലൻസ്ഡ് മൈൻഡ് കിട്ടത്തുള്ളൂ. അത് ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്തുവാന്ന് പറയുക. നിറഞ്ഞ് നില തെറ്റാതെ നിൽക്കുന്ന സമുദ്രത്തെ നാനാ നദികളിലെ ജലം പ്രവേശിക്കുന്ന പോലെ സർവകാമനകളും ആരെ പ്രവേശിക്കുന്നുവോ അവൻ ശാന്തി അനുഭവിക്കുന്നു. ഭോഗേച്ഛുവിന് ശാന്തി അനുഭവിക്കാൻ പറ്റും. ഈ കടലിലോട്ട് ആ എല്ലാ നദികളിലെയും വെള്ളം പോയി ചേരുന്നത്. പക്ഷെ അതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഒരു ജലനിരപ്പ് ഉയർന്നു വരുമോ ആ നദികൾ പോയി ചേരുന്നുണ്ട്?
അപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥിതപ്രജ്ഞനടുത്ത് ഏതെല്ലാം പ്രപഞ്ച വിഷയങ്ങൾ വന്നാൽ പോലും അയാൾക്ക് ഒരു ചാഞ്ചല്യം ഉണ്ടാവത്തില്ല. ദുഃഖം ദുഃഖമായാലും സുഖമായാലും താഴ്ന്നു പോവോ ഉയർന്നു പോവോ അയാളുടെ മനസ്സ് ആ ബാലൻസ്ഡ് മൈൻഡിൽ തന്നെ നിൽക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞാണ് ഈ കടലിലോട്ട് നമുക്കറിയാം എത്രയോ നദികൾ പോയി ചേരുന്നു. അതുകൊണ്ട് അതിന്റെ ജലനിരപ്പ് ഉയരുന്നുണ്ടോ? ഇല്ല. അത് അങ്ങനെ നിൽക്കുന്നു, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇതുപോലാണ് ഒരു സമചിത്തത ഉള്ള ഒരു യോഗി, ചില സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു യോഗിയുടെ ഈ പ്രപഞ്ച വിഷയങ്ങൾ എവിടെ ഇരുന്നാലും ഒരു പ്രശ്നവും ഇല്ല, ശാന്തതയിലായിരിക്കും മനസ്സ്. ഇത് നമുക്കും പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാ. പക്ഷെ ഇത് നടക്കുന്ന കാര്യം, തീർച്ചയായിട്ടും ഇത് നടക്കുന്ന കാര്യമാണ് ഇത്. അല്ലാതെ ഇത് പ്രാക്ടീസ് കൂടെ ഒക്കത്തുള്ളൂ. പക്ഷേ അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കിട്ടിയാലേ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരിക്കലും ഇതൊക്കെ പറയാൻ കൊള്ളാം, ഇതെങ്ങനെയൊക്കെ പറയാം, നമുക്ക് നോക്കുന്നില്ല. ശരിക്കും നമ്മൾ ഇപ്പൊ ഈ ഗീത പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് സാധിക്കുന്ന കാര്യമാണ് ഇത്. അല്ലെങ്കിലോ ശരിയാ, എല്ലാവർക്കും സാധിക്കത്തില്ല, യാതൊരു സംശയമില്ല. പക്ഷെ ഈ ഗീത പഠിക്കണമെന്നും ഇന്ന് അറിയണമെന്നും ഇത് ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. കുറച്ചു പേരല്ലേ ഉള്ളൂ അല്ലോ, എല്ലാവരും എത്രയോ പേരുണ്ട്. പക്ഷെ ഇവരെ കുറച്ചു പേര് ഇതിനകത്തോട്ട് മനസ്സിരിക്കുന്നതിന്റെ കാരണം എന്താ? ഇതിന് നമുക്ക് കഴിയും. ഈ ഒരു അതുകൊണ്ടാണ് ഈ ഗീത വായിക്കാനും പഠിക്കാനും നമുക്കൊരു താല്പര്യം ജനിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഇതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിനെ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാം. ഇതാണ് ഏറ്റവും വലിയ ആത്മസാക്ഷാത്കാരം കിട്ടുന്നതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത് കിട്ടിയ വളരെ ഒരു ഇതായിട്ട് ഞാൻ കരുതുക. നേരത്തെ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ നമ്മൾ പല ആഗ്രഹങ്ങളിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മളൊന്നും വേണ്ടാന്ന് വെക്കത്തില്ല. നമ്മൾ ഒന്നിനെയും സപ്രസ് ചെയ്യേണ്ട കാര്യമില്ല. പതുക്കെ നമ്മളിൽ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കും, നമുക്ക് അറിയാൻ പറ്റും. ഓരോ ആഗ്രഹങ്ങൾ നമ്മൾ ഇന്നത്തെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ബ്രഹ്മനിഷ്ഠന്റെ ഹൃദയത്തെ സമുദ്രത്തോട് ഉപയോഗിക്കാം. പല നദികളിലൂടെയും എപ്പോഴും സമുദ്രത്തിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു, എങ്കിലും അതിലെ ജലവിധാനം പൊങ്ങുന്നില്ല. അതുപോലെ എണ്ണമറ്റ പ്രപഞ്ച വിഷയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ വഴി മനസ്സിൽ കടന്നു ചെല്ലുന്നുവെങ്കിലും ജ്ഞാനി അക്ഷോഭ്യനായി നിലകൊള്ളുന്നു. നമ്മുടെ ഈ വിഷയങ്ങളിൽ കൂടെ ഈ ജീവാത്മാവ് അനുഭവിക്കുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ. ഈ 5 ഇന്ദ്രിയങ്ങളുടെ കോമ്പിനേഷനുള്ള അനുഭവങ്ങളേ ഉള്ളൂ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ. നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ, ഇതിനെ മാസ്റ്റർ ചെയ്യാൻ പഠിച്ചാൽ, മാനേജ് ചെയ്യാൻ ഇതിനെ മാസ്റ്റർ ചെയ്യുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഇന്ദ്രിയ സുഖത്തിന്റെ ഒരു അടിമ, എനിക്കിതില്ലാതെ ഒക്കത്തില്ല, അങ്ങനെ ഒക്കത്തില്ല, ഇങ്ങനെ ഒക്കത്തുള്ളൂ എനിക്ക്. നമ്മളൊരു ഒരു സ്ലേവിന്റെ കൂട്ട, ഈ ഇഷ്ടങ്ങളുടെയും അനിഷ്ടങ്ങളുടെയും ഒരു സ്ലേവാ. ഇഷ്ടമുള്ളവരെ അടുപ്പിച്ച് നിർത്തുന്നു, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്തുന്നു. ഇതാണ് എല്ലാവരിലും നന്മ തിന്മയുണ്ട്. അപ്പൊ ആരെയും അടുപ്പിക്കുകയും മാറ്റി നിർത്തുകയും വേണ്ട, എല്ലാവരെയും ഒരേപോലെ കാണാൻ നമ്മൾ പരിശീലിക്കണം. എങ്ങനെ പരിശീലിക്കണം? നമ്മൾ ചുമ്മാതെ കയറി ഈ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് കിട്ടും. നമ്മൾ ഈ കാര്യങ്ങളെ എല്ലാം നിരന്തരം ചിന്തനം ചെയ്യണം. നമ്മൾ മനസ്സ് ചുമ്മാതെ ഇങ്ങനെ വായിച്ചു ഒരു അറിവ് ശരിയാ, അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ അതാ പറഞ്ഞേ. ഇതിനകത്ത് വേറെ സെന്റൻസ് വരുന്നുണ്ട്. വിഷയമധ്യത്തിലും മനസ്സിലാകാത്ത ജ്ഞാനിക്ക് മാത്രമേ യഥാർത്ഥ ശാന്തിയും സുഖവും അനുഭവിക്കാനാവൂ എന്ന പ്രസ്താവന കൊണ്ട് തൃപ്തി. അതുകൊണ്ട് ഏത് വിഷയങ്ങളിരുന്നാലും മനസ്സിലാകത്തില്ല. മനസ്സ് ദുഃഖത്തിലോട്ടും പോകത്തില്ല, അമിതമായിട്ടുള്ള സന്തോഷത്തിലോട്ടും പോകത്തില്ല. അത് മാത്രം കൊണ്ട് പറയാതെ കൃഷ്ണൻ ഒന്നുകൂടെ പറയുക, വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കോ, ഓരോ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് മനഃശാന്തി കിട്ടത്തില്ല. നമുക്ക് താല്പര്യങ്ങൾ നമ്മുടെ താല്പര്യം നമ്മുടെ വാസനകളാ. ഓരോരുത്തർക്കും ഓരോ വിഷയത്തിലാ താല്പര്യം. എല്ലാവരുടെയും വാസനകൾ വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാവർക്കും ചില വിഷയങ്ങളോട് താല്പര്യമുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളോട്. ഈ വിഷയങ്ങളോട്, ഇന്ദ്രിയ സുഖങ്ങളോട്, ഏത് തരത്തിലുള്ള വിഷയങ്ങളാവട്ടെ, അതിലോട്ട് താല്പര്യമുള്ളവർക്ക് മനഃശാന്തി എന്നുള്ളതില്ല. നമ്മൾ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ വേണം. എനിക്ക് സ്വസ്ഥതയില്ല, നമ്മൾ ഇതിനെ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യും. ഒരു സ്വസ്ഥതയില്ല ജീവിതത്തിൽ. നമ്മൾ തന്നെ അസ്വസ്ഥമാക്കുന്ന നമ്മുടെ ലൈഫിനെ. അപ്പൊ എങ്ങനെ അസ്വസ്ഥമാവുന്നേ? നമ്മൾ എല്ലാവരും സുഖത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആഗ്രഹ നിവൃത്തിയാണ്.
ഓരോ ആഗ്രഹം നിവർത്തിക്കുമ്പോഴാണ് നമ്മുടെ സ്വസ്ഥത വരുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. നേരെ റിവേഴ്സ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതിന്റെ ഒരു മെക്കാനിസം പറയുകയാണ്. ഇന്നത്തെ ഭൗതികവാദികൾ ഈ അഭിപ്രായത്തോട് യോജിക്കില്ല. കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളെ മനസ്സിൽ ഉത്തേജിപ്പിക്കുകയും ആവുന്നത്ര നിറവേറ്റുകയും ചെയ്യുക എന്നാണ് സുഖജീവിതത്തിന്റെ മാനദണ്ഡം എന്ന് അവർ കരുതുന്നു. അപ്പൊ ആഗ്രഹ നിവൃത്തിയാണ് സുഖമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുന്നതിനുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ എത്രത്തോളം നമ്മൾ നിവർത്തിക്കാൻ സാധിക്കാൻ ഒക്കുവോ അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്തുവാ? നമ്മുടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട്. അതെങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കണം എന്നുള്ളത് പല പല പ്ലാനുകളിൽ കൂടെ നമ്മളിങ്ങനെ നീങ്ങുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. എന്തുവാ? ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി. അപ്പം ഈ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ഈ പ്രയത്നിക്കുമ്പോൾ എന്തുവാ? ഇത് ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. അപ്പം നടന്നാലോ ആ നടക്കുമ്പോൾ തന്നെ ആ നടക്കുന്ന അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ള അസുഖം. അത് കഴിഞ്ഞാൽ അത് മാറുക. പിന്നെ എനിക്ക് ചിന്തകളാ, അടുത്ത ആഗ്രഹം വരിക. അപ്പം നടന്നില്ലെങ്കിലോ എനിക്ക് ദുഃഖമാ, നിരാശയാ, ഫ്രസ്ട്രേഷനാ. അപ്പം നമ്മൾ ഈ വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആഗ്രഹ നിവൃത്തി എനിക്ക് സുഖം തരത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുഖത്തിന്റെ ഒരു മാനദണ്ഡം എന്താ? നമ്മൾ വിചാരിക്കുന്നു ഈ ആഗ്രഹം സാധിച്ചുകൊണ്ടാണ് എനിക്ക് ഈ സുഖം വന്നതെന്നാ. സുഖം എന്ന് പറയുന്നത് എൻ്റെ ചിന്തകൾ മിനിമത്തിലായതുകൊണ്ടാണ്. ആ സമയത്ത് ആ ആഗ്രഹം നിവർത്തിക്കുന്ന സമയത്ത് ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഞാൻ പല പല ചിന്തകൾ, ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ പല പല പ്രയത്നങ്ങൾ ചെയ്യുക. അതിൻ്റെയൊക്കെ പുറകിൽ ഭയങ്കര ചിന്തകളാ, അങ്ങനെ കൺഫ്യൂഷനായി, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ. നമുക്ക് വളരെ ആ മനസ്സ് പ്രക്ഷുബ്ധമാത്. ഒരാഗ്രഹം സാധിക്കുന്നതിന് മുമ്പുള്ള മനസ്സ് പ്രക്ഷുബ്ധമാണ്. പിന്നെ ആഗ്രഹം സാധിക്കുന്നതുകൊണ്ട് അടുത്ത് സാധിച്ചു കഴിയുമ്പോഴോ ഈ പ്രക്ഷുബ്ധം എല്ലാം മാറി ഒന്ന് മിനിമത്തിലോട്ട് വരും. അപ്പൊ നമുക്കൊരു സ്വസ്ഥത, മനസ്സിന് ഒരു സുഖം അനുഭവപ്പെടുന്നു. ഈ സുഖം എന്തുകൊണ്ടാ? നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ? എൻ്റെ ആഗ്രഹം സാധിച്ചുകൊണ്ടുള്ള സുഖമാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹം സാധിച്ചുകൊണ്ടുള്ള സുഖമല്ല, ആ സമയത്ത് എൻ്റെ മനസ്സിലെ ചിന്തകൾ മിനിമത്തിൽ വന്നിരിക്കുക. അതുകൊണ്ടാ സുഖം. ഞാനിത് അപ്പോൾ ഈ ഒരു മനസ്സിലെ ചിന്തകൾ കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഓരോ ആഗ്രഹത്തിൻ്റെയും പുറയിൽ പോവുക. ആഗ്രഹം നിവർത്തിക്ക് വേണ്ടി പോകുമ്പോഴോ അത് ഓരോ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ എന്തും വേണ്ടി സമയമെടുക്കും, എത്ര നാളുകളെടുക്കും. അതുവരെ എനിക്ക് കഷ്ടപ്പാടാ, ദുരിതമാ. എന്നിട്ട് ഈ കുറേ നാൾ ഒരു ആഗ്രഹം സാധിക്കുമ്പോഴോ അപ്പോഴത്തെ കുറച്ച് സമയത്തേക്ക് അത് കഴിഞ്ഞ് അടുത്ത ചിന്തകൾ വന്നു കഴിഞ്ഞു. ഇത് നമ്മുടെ ഓരോ ജീവിതത്തിൽ അവരവർ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ പക്ഷെ ആഗ്രഹ നിവൃത്തി വരുത്തണ്ടായോ? അതും വേണം. അത് നമ്മുടെ സ്വധർമ്മമാണ്. നമ്മൾ ജനിച്ചിരിക്കുന്നത് തന്നെ ഈ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനാണ്. അല്ലാതെ ഈ ജന്മം എടുത്ത് തന്നെ എൻ്റെ സഞ്ചിത കർമ്മം, എൻ്റെ വാസനകൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, അനുകൂല പ്രതികൂല അനുഭവങ്ങൾ അനുഭവിക്കാനാ. എൻ്റെ ആഗ്രഹങ്ങളിൽ കൂടെ എനിക്ക് അനുകൂലവും ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ എനിക്ക് പ്രതികൂലവും. ഈ രണ്ട് അനുഭവങ്ങൾ അനുഭവിക്കാനാ ജന്മം എടുത്തിരിക്കുന്നത് നമ്മൾ. പിന്നെ അപ്പം ഇതിനെ നിന്ന് മാറി നിൽക്കാനും പറ്റത്തില്ല. എനിക്ക് ഈ ആഗ്രഹം നിവൃത്തി വരികയും വേണം, എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കുകയും വേണം. അതിനെന്താ വഴി? നമ്മൾ ചിന്തിച്ചേ പറ്റൂ. നമ്മളെന്തുവാ കാര്യങ്ങളെ ഗ്രഹിക്കാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുക. അതുകൊണ്ട് നമ്മൾ ദുരിതം കൂട്ടുന്നു. ഈ നമ്മുടെ ആഗ്രഹ നിവൃത്തിയെ വേണ്ട വഴിക്ക് നയിച്ചാൽ, അപ്പൊ അതാ പറയുന്നത്, നമ്മുടെ സുഖത്തിന്റെ അടിസ്ഥാനം ഈ ആഗ്രഹ നിവൃത്തിയല്ല. എൻ്റെ മനസ്സിൽ ചിന്തകൾ മിനിമൈസ് ചെയ്യണം. ഈ ചിന്തകൾ മിനിമൈസ് ചെയ്യുന്നത് എനിക്ക് ഈ ആഗ്രഹ നിവൃത്തി അല്ലാതെയും ചെയ്യാം. ഈ കാര്യങ്ങളെ നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളല്ല, ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ആരാണെന്നും ഈശ്വരൻ, ഇതൊക്കെ നമ്മൾ ഈശ്വരനെ എനിക്ക് സാധിച്ചു തരുന്നതായിട്ട് നിവർത്തിച്ച് ഈശ്വരകാരുണ്യം കൊണ്ട് എനിക്ക് കിട്ടി. ഈശ്വരനല്ല എനിക്ക് സാധിച്ചു തരുന്നത്, ഈശ്വരന്റെ പ്രസൻസിലാണ് നടക്കുന്നുള്ള സത്യമാണ്. പക്ഷെ എനിക്ക് ഈശ്വരനല്ല എനിക്ക് സാധിച്ചു തന്നേക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുത്തിയത്. അത് എൻ്റെ തന്നെ കർമ്മഫലമാണ് ഇതെനിക്ക് കിട്ടുന്നതും പോകുന്നതും. അല്ലാതെ ഈശ്വരൻ തന്നു ഈശ്വരൻ എടുത്തു, ഇത് രണ്ടും നടക്കുന്നില്ല ഇവിടെ. നമ്മൾ അതാ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കി ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കർമ്മയോഗം. കാര്യങ്ങളെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ഞാൻ യോഗത്തിലായിരിക്കണം. ഈശ്വരനോട്ടുള്ള യോഗം, ഞാൻ ഈശ്വരന്റെ ഒരു അംശമാണ്, എനിക്ക് ഈശ്വരനുമായിട്ട് പോകാനുള്ള ഒരു നിവൃത്തി മാർഗമായിട്ട് ജീവിതത്തിനെ കാണണം. അല്ല എൻ്റെ എൻ്റെ സ്വധർമ്മത്തിനെ മാത്രം പൂർത്തീകരിക്കാനുള്ള ഒരു ജന്മമല്ല ഇത്. ഈ സ്വധർമ്മത്തിനെ നിവർത്തിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ഈശ്വരനിലോട്ടും അടുക്കണം, ഈശ്വരൻ നിന്ന് അകന്നു പൊയ്ക്കൂടാ. അപ്പൊ ഞാൻ എൻ്റെ ഈ വാസനാ കർമ്മങ്ങളെ
എങ്ങനെ നിവർത്തിച്ചാൽ, എങ്ങനെ പ്രവർത്തിച്ചാൽ, എങ്ങനെ കർമ്മം ചെയ്താൽ എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും, എനിക്ക് സ്വസ്ഥതയും ഉണ്ടാവും. ആഗ്രഹം സാധിച്ചില്ലെങ്കിലോ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ഈ ജന്മത്തിൽ സാധിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും വരുന്നത്. ഈ സ്വധർമ്മത്തിലുള്ള എല്ലാ ആശകളും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ ദുഃഖം? പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് സുഖവും ദുഃഖവും. അപ്പം എല്ലാ ആഗ്രഹവും നിവൃത്തി. അപ്പം എൻ്റെ ആഗ്രഹം നിവൃത്തി വരികയും വേണം. എനിക്ക് ഈ ദുരിതങ്ങൾ പാടില്ല. ഈ ദുഃഖവും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ചിന്തകളാണ്. സുഖാനുഭവം എന്ന് പറഞ്ഞാലോ മിനിമം ചിന്ത. ദുഃഖാനുഭവം എന്ന് പറഞ്ഞാലോ മനുഷ്യ പ്രക്ഷുബ്ധമാ, ദുരിതമാ. അപ്പം എനിക്ക് ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും. സാധിക്കാത്ത സമയത്ത് എനിക്ക് ദുഃഖാനുഭവങ്ങൾ വരത്തില്ല. ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി നിരന്തരം ചിന്തിച്ച് നമ്മൾ ഈ കേൾക്കുന്ന സമയത്തുള്ള മാത്രമല്ല, നമ്മൾ ഓരോ കർമ്മങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ നമ്മൾ പല പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എത്രയോ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തരും അവരവരുടെ തുറയിൽ, അവരവരുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ ഈ ജന്മത്തിന്റെ അവസാനത്തിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. ഈ ഇതിന്റെ അവസാനം പറയും, ഈ ജന്മത്തിന്റെ അവസാനമെങ്കിലും നമുക്ക് ഈ ഒരു നില എന്ന് വെച്ചാല് സമചിത്തത. ആ സമചിത്തതയിൽ കൂടെ എനിക്ക് ഈശ്വരനോട്ട് പോകാൻ പറ്റും. നമ്മുടെ ആഗ്രഹ നിവൃത്തി സമയത്ത് നമ്മൾ കുറച്ച് പ്രക്ഷുബ്ധമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ നിവർത്തിച്ചാൽ എനിക്ക് ആ സമയത്തും സ്വസ്ഥമായിട്ടിരിക്കാം. ഈ രീതിയിൽ ഞാൻ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ അവസാനം എനിക്ക് ഈശ്വരനിലോട്ട് തന്നെ എത്തിച്ചേരാം. എന്ന് വെച്ചാൽ പരമമായ ശാന്തി. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, നമ്മളിത് വായിക്കുമ്പോൾ തോന്നും, ഇതൊന്നും നമുക്ക് പറ്റാത്ത കാര്യങ്ങളെന്നാ. ഒരു സംശയമില്ല, ഈ ഗീത പഠിക്കുന്നവർക്ക് സമാധാനത്തിലോട്ടുള്ള ജീവിതം കിട്ടാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു മാർഗത്തിലോട്ട് വന്നവരാ. ആ മാർഗത്തിലോട്ട് വന്നിട്ട് പിന്നെയും നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഗീത പഠിക്കണമെന്ന് ആഗ്രഹം ആരെങ്കിലും നിങ്ങളുടെ കമ്പനി ഇത് ഉണ്ടാക്കിയതാണോ? അല്ല. ആരെങ്കിലും പേടിച്ചാണോ നിങ്ങളിപ്പോൾ ഗീത ഈ സമയത്ത് ഇരിക്കുന്നത്? എന്തോ നിങ്ങളിലുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളിലുള്ള ആ ഒരു ഏതോ ഒരു ഫോഴ്സ് നിങ്ങളെ ഇതിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല ആരുടെയും എക്സ്റ്റേണൽ കമ്പൽഷൻ കൊണ്ടല്ല, തീർച്ചയായിട്ടും ആയിരിക്കത്തില്ല. അപ്പോൾ അതിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. കാരണം അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇത് നമ്മൾ പ്രാക്ടീസ് വേണം. ഈ പ്രാക്ടീസിൽ കൂടെ ഒക്കത്തുള്ളൂ. പരിശീലനം ഇല്ലാതെ എന്തെങ്കിലും സാധിക്കും ഇവിടെ? പിന്നെ നമ്മൾ ഓരോ നാലിച്ച് നോക്കി, ഓരോ പുതിയ ഓരോ എക്യുപ്മെന്റ്സ്, അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിനെ ലോങ് ലൈഫ് വരണമെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊസീജിയറായിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്താൽ ഏത് മെഷീനറി വർക്ക് ചെയ്യത്തുള്ളൂ, ലോങ് ലാസ്റ്റിംഗ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടുവരും എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിനെ കേടുകൂടാതെ പോകുന്നതിന്റെ അർത്ഥം എന്തുവാ? സ്വസ്ഥമായി പോവും. അല്ലെങ്കിലോ ഭയങ്കര ശബ്ദങ്ങൾ വരും. ഒരു മെഷീൻ ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കിലോ പല പല അപശബ്ദങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല പല അപശബ്ദങ്ങൾ വരും. അത് എന്തുകൊണ്ടാ? നമ്മുടെ ജീവിതത്തിൽ ഈ സ്വസ്ഥമായി നമ്മൾ ഈ കാര്യങ്ങളെ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയറിലല്ല നമ്മൾ ഈ ലൈഫിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തുവാ? നമ്മൾ ഈ ആശകളിൽ ആഗ്രഹങ്ങളിൽ കൂടെ, എല്ലാവരും ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അതിനെ പറയുന്നത് സ്വധർമ്മം എന്ന്. ഈ സ്വധർമ്മം നിവർത്തിക്കുമ്പോഴേ നമ്മൾ ചെയ്തുകൂടാത്ത ദിശയിലാ ചെയ്തു കൂട്ടുന്നേ. എനിക്ക് സ്വസ്ഥതയില്ല, നമ്മളിങ്ങനെ എല്ലാ വീടുകളിൽ ഇന്നുണ്ടാവുന്ന ഒരു പ്രശ്നമായത്. നമ്മൾ ഇതിനെ തിരിച്ചറിഞ്ഞവർക്ക് മാനസികമായിട്ട് സ്വസ്ഥതയാണ്. നമ്മളിത് വെളിയിൽ നമുക്ക് കണ്ടറിയത്തില്ല. നമ്മൾ വിചാരിക്കും കുറെ പണം വരുമ്പോൾ, ഒരു അഭിവൃദ്ധി വരുമ്പോഴാണ് അവർക്ക് സ്വസ്ഥതയും സമാധാനം എന്ന് വിചാരിക്കരുത്. പണം ഇല്ല അവർക്ക്. നമ്മുടെ സ്വസ്ഥത പണവുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മുടെ സ്വസ്ഥത, സമാധാനം. അതിനെ മനസ്സിലാക്കിയാൽ വളരെ നമുക്ക് ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളൊരു ഇമാജിനറി വേൾഡിൽ നിന്നുണ്ട്. എപ്പോഴും ഈ ഭൗതിക ഒരു വേൾഡ്ലി ലൈഫിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആത്മീയതയെക്കുറിച്ച്, ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് നമുക്ക് അറിയുന്നില്ല. ഇത് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിവ് നമുക്ക് വരികയാണ്. ഈ അറിവിനെ പ്രാക്ടീസിൽ കൂടെ ചെയ്താൽ, ഈ സ്പിരിച്വാലിറ്റിയുടെ ഈ അറിവിന്റെ പ്രാക്ടീസ് കൂടെ കർമ്മങ്ങൾ ഭൗതികത്തിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ നമുക്ക് സ്വസ്ഥമായിട്ട് പോകാം. അതിന്റെ ഒരു ഇതാ പറയുന്നത്. ഇന്നത്തെ ഭൗതികവാദികൾ ഈ അഭിപ്രായത്തിൽ യോജിക്കത്തില്ല. ഏത് അഭിപ്രായത്തോടെ?
കണ്ടില്ലയോ? വിഷയമധ്യത്തിൽ മനസ്സിലാകാത്ത ജാനിക്ക് മാത്രമേ യഥാർത്ഥ ശാന്തിയും സുഖവും അനുഭവിക്കാവൂ. പക്ഷെ അല്ലെങ്കിൽ വിഷയത്തിലോട്ട് പോയിക്കഴിഞ്ഞാൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ എനിക്ക് മനഃശാന്തി കിട്ടത്തില്ല. ആഗ്രഹ നിവൃത്തിക്ക് വരിക്കും, പക്ഷേ ഓരോ ആഗ്രഹ നിവൃത്തി കൂടെ ഞാൻ കൂടുതൽ കൂടുതൽ ദുരിതത്തിലോട്ട് പോത്തേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കള്ളം പറയുമ്പോൾ ആ കള്ളത്തിന് നടത്താൻ എത്രയോ കള്ളങ്ങൾ നമ്മൾ അത് ശ്രമമാണ്, അതൊരു സ്ട്രെയിനാ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ കർമ്മങ്ങളെ നമ്മുടെ സ്വധർമ്മത്തിനെ കർമ്മത്തിന്റെ മാർഗത്തിൽ ചെയ്താൽ ഞാൻ കൂടുതൽ കൂടുതൽ കർമ്മത്തിലോട്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു കർമ്മത്തിൽ നിന്ന് അടുത്ത കർമ്മം വരും. ഇതിങ്ങനെ ദുരിതം കൂടിക്കൊണ്ടിരിക്കുക. അതേ സമയത്തോ ഈ കർമ്മത്തിനെ സത്യത്തിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പിന്നെ ഒരു വലിയ സ്ട്രെയിൻ ഇല്ല എന്ന് പറയുന്നത്. ഈ കർമ്മത്തിനെ ധർമ്മത്തിന്റെ പാതയിൽ ചെയ്ത് വിവേകത്തിൽ ചെയ്താൽ, സമർപ്പണ ബുദ്ധിയിൽ ചെയ്താൽ എനിക്ക് ഈ ആഗ്രഹ നിവൃത്തിയും വരും, പുതിയ കർമ്മഫലം വരുത്തുമില്ല, എനിക്ക് സ്വസ്ഥതയിലോട്ട് ഞാൻ നീങ്ങും. അല്ലെങ്കിലോ എനിക്ക് ദുരിതം കൂടും. ഒരു കർമ്മത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ കർമ്മത്തിലോട്ട് ഞാൻ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒന്നിന് നിവർത്തിക്കാൻ വേറൊരു കർമ്മം, അതെല്ലാം ഞാൻ സ്വാർത്ഥതയില്, ഞാനെന്ന ഭാവത്തില്. ഇത് സമർപ്പണ ബുദ്ധിയിൽ ചെയ്താലോ എനിക്ക് ആഗ്രഹ നിവൃത്തി വരികയും ചെയ്യും. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. ഇല്ലെങ്കിലോ നിവൃത്തി വരുമ്പോൾ ഭയങ്കരമായിട്ട് എലിവേറ്റ് ആവും. നിവൃത്തി ആയില്ലെങ്കിലോ, ആഗ്രഹ നിവൃത്തി വന്നില്ലെങ്കിലോ നമ്മൾ നേരെ കുത്തിനെ താഴോട്ട് പോകും. അത് ഈ സമർപ്പണ ബുദ്ധിയിലാണ് രണ്ടും സംഭവിക്കത്തില്ല. സ്വസ്ഥമായിട്ടിരിക്കാം. ആഗ്രഹം നിവർത്തിച്ചാലും നിവർത്തിച്ചില്ലേലും നമുക്ക് സ്വസ്ഥത. നിവർത്തിക്കുന്ന സമയത്ത് നമ്മൾ എലിവേറ്റ് ആവത്തില്ല, കൂടുതൽ എലിവേറ്റ് ആവത്തില്ല. നിവർത്തിച്ചില്ലെങ്കിലോ ഞാൻ പടുകുഴിയിലോട്ട് നീങ്ങത്തില്ല. അപ്പൊ ഈ ബാലൻസിങ് നടക്കത്തില്ല. നമ്മുടെ സ്വധർമ്മത്തുമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ, വെച്ചാൽ ഞാൻ വികാരത്തിലിരുന്ന് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ ഇത് സ്വസ്ഥത ഒരു കാലത്ത് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഈശ്വരൻ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ഭൗതികവാളി ഈ അഭിപ്രായം യോജിക്കില്ല. കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങളെ മനസ്സിൽ ഉത്തേജിപ്പിക്കുകയും ആവുന്നത്ര നിറവേറ്റുകയും ചെയ്യുന്നതാണ് സുഖജീവിതത്തിന്റെ മാനദണ്ഡമെന്ന് അവർ കരുതുന്നു. എത്രത്തോളം ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കുക. ഇതാണ് എൻ്റെ സ്വസ്ഥതയിലോട്ട് ഞാൻ പോകുന്ന എല്ലാവരുമായി ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഇരിക്കുന്നവരെല്ലാം ഇത് തന്നെ. എത്രത്തോളം ആഗ്രഹങ്ങളെ നിവർത്തിക്കുമ്പോൾ എനിക്ക് സ്വസ്ഥത വരും. നമ്മൾ ഈ ഒരു തെറ്റിദ്ധാരണയിൽ പോവുകയാണ്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറയുമല്ലോ, ചിലരൊക്കെ പറയുമല്ലോ, പോകേണ്ടടുത്തെല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. പലയിടത്തും പോകാൻ തീർത്ഥാടനം ആ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു, ഈ അമ്പലത്തിൽ പോകണം, എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു. പക്ഷെ സ്വസ്ഥത കാണുമോ? തീർച്ചയായിട്ടും ആത്മീയ പാതയിൽ ഇതിനെ മനസ്സിലാക്കി പോകുന്നവർക്കല്ലാതെ ഈ സ്വാർത്ഥതയിലിരിക്കുന്ന ഞാനെന്ന ഭാവത്തിലിരിക്കുന്നവർക്ക് എന്തോ കാര്യം സാധിച്ചാലും മാനസികമായ തൃപ്തി വരത്തില്ല. ഭൗതികത്തിൽ എത്ര സുഖം വന്നാലും മനസ്സ് പിന്നെയും അതൃപ്തിയാണ്, എന്തോ നേടിയിട്ടില്ല. ഇതൊരു സത്യമാണ്. നമ്മൾ കാരണം എന്താ അറിയോ, ഭൗതികതയിലെ 50% ഉള്ളൂ. ഞാൻ പറഞ്ഞു ശരീരത്തിന്റെ പാർട്ട് ഒരു 50%. മനസ്സിന്റെ ഇതാണ് അനന്തര 50. നമ്മൾ മനസ്സിനെ കാണുന്നില്ല, മനസ്സ് എവിടുന്ന് വന്നെന്ന് അറിയുന്നില്ല. അപ്പൊ ഇതറിയാതെ ഞാൻ ശരീരത്തിന്റെ ലെവലിൽ മാത്രം ഇരുന്ന് നോക്കിയാൽ എനിക്ക് എവിടെ തൃപ്തിയാകാനാ? നമ്മൾ ഈ ജീവിതം വിടുന്ന അസ്വസ്ഥമായിട്ടായിരിക്കും, ദുരിതത്തിലായിരിക്കും. എത്ര ആഗ്രഹ നിവൃത്തി വന്നാലും എന്തോ സാധിച്ചില്ല. നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അറിയാം. നമ്മൾ ഈ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചിന്തിക്കത്തില്ല. കുറെ കഴിയുമ്പോൾ ജീവിതത്തിൽ കുറെ അവസാനത്തോട്ട് അടുക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തേ, ഞാൻ എന്തോ നേടി, ഈ ക്വസ്റ്റ്യൻ പലരുടെയും മനസ്സിൽ വരും. നമ്മൾ എന്തിനും ആർക്ക് വേണ്ടി ചെയ്തു? കാരണം നമുക്ക് മനസ്സിലാവും, നമ്മുടെ അച്ഛനമ്മമാര്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മളുമായിട്ട് ഞാൻ എന്തിനും ആർക്ക് വേണ്ടി അതൊക്കെ കഷ്ടപ്പെടുന്നത്? കാരണം നമ്മൾ ഓരോരുത്തരെയും ഫ്രെയിം ചെയ്യും. അവരിങ്ങനെ ആവണം. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഈ ലോകത്ത് ആർക്കും പെരുമാറാനോ പ്രവർത്തിക്കാനോ ഒക്കത്തില്ല. നമ്മളെല്ലാം പ്രതീക്ഷകളിലാണ്. ആ പ്രതീക്ഷ വിചാരിക്കുന്ന ഞാൻ പറഞ്ഞ ഇമാജിൻ ചെയ്യുന്ന ഒരു ഡയറക്ഷനിലും റിയാലിറ്റി വേറെ ഡയറക്ഷനിലായി നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണ് ജീവിതം ഇങ്ങനെ വേണമെന്ന്. പക്ഷെ റിയാലിറ്റിയോ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ സ്വസ്ഥത കിട്ടും? നമ്മുടെ ഈ ആഗ്രഹ നിവൃത്തി അല്ല നമ്മുടെ സ്വസ്ഥതയ്ക്ക് മാനദണ്ഡം. പുത്തൻ പരിഷ്കാരത്തിന്റെ പേരിൽ വ്യവസായ മേഖലകളിൽ ഇടയ്ക്ക് വിടുന്ന ആഡംബരഭ്രമം മാനവരാശിയെ കലശലായി പിടികൂടിയിരിക്കുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഭൗതികശാസ്ത്രം തീർച്ചയായും വിജയിച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിന് മുമ്പ്
നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ആഗ്രഹങ്ങളുടെ എണ്ണം എത്രയോ മടങ്ങ് അധികമാണെന്ന് കാണാം. നമ്മുടെ നമ്മുടെ ഈ വേൾഡ്ലി ലൈഫാണ് നമ്മളെ ഇത്രത്തോളം ദുരിതത്തിലാക്കുന്നത്. കാരണം എന്താ, ഇന്നത്തെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കൊണ്ട് നമുക്ക് എന്തെല്ലാം പണ്ടത്തെ കാലത്ത് എത്രയോ പ്രശ്നങ്ങളായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും എത്ര സ്പീഡ്, നമുക്ക് ഒരു സ്ട്രെയിനും ഇല്ല, പല കാര്യങ്ങളും നമുക്ക്. പക്ഷെ നമ്മളെല്ലാം ഈ പണ്ടത്തെ കാലത്ത് ഓരോരുത്തരും ഈ സഹായിച്ചുകൊണ്ടിരുന്നൊക്കെ എത്രയോ കഷ്ടപ്പെട്ടാണ്. നമ്മളിപ്പോൾ എല്ലാം ആ കഷ്ടപ്പാട് ഫിസിക്കലായിട്ടുള്ള എഫർട്ട് എടുത്താണ് ഓരോ കാര്യം സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഫിസിക്കലായിട്ട് ഒരു എഫർട്ടും ഇല്ലാതെ നമുക്ക് ജീവിക്കാം എന്നുള്ള ആ രീതിയിലോട്ടായിട്ടുണ്ട്. പക്ഷേ മനസ്സിന്റെ സ്വസ്ഥതയോ അന്ന് അനുഭവിച്ചിരുന്ന ആ സ്വസ്ഥത ഇന്നില്ല. പക്ഷേ ആഗ്രഹങ്ങളോ, പണ്ടത്തുള്ളവരുടെ ആഗ്രഹങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. കാരണം ആ വേൾഡും അങ്ങനെ ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല, മാറുന്തോറും ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്തോറും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ വന്ന് എല്ലാവരും അതിലോട്ട് ഇങ്ങനെ അതിന്റെ പുറകെ പരക്കം പായുക. അതുകൊണ്ടുണ്ടാകുന്ന കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ജനിക്കുക. എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം. നമ്മൾ കാണുന്നു, വെളിയിലെല്ലാം കാണുന്നു, അതിന്റെ പുറകെ നമ്മൾ പോവുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ജീവിതത്തിനെ മനസ്സിലാക്കുന്നില്ല, ഇല്ലേ? എന്തുവാ, ലൈറ്റിന്റെ പോകുന്ന ഈയല് പോലെ, തീയെ കാണുന്നുള്ള ഈയല് പോലെ നമ്മൾ പറക്കുകയാണ്. ഈ ജീവിതത്തിനെ മനസ്സിലാക്കാതെ പോകുന്നവരുടെ ഒരു ഒരു സ്റ്റേറ്റ് അത്. അതേസമയത്ത് നമ്മൾ ഈ കാര്യങ്ങളെ, ലൈഫിനെ റിയലിസ്റ്റിക് വേയിൽ നമ്മൾ വ്യൂ ചെയ്യാൻ തുടങ്ങിയാലോ എങ്ങനെ? ഇത് ശാസ്ത്രങ്ങളിൽ കൂടെ കിട്ടത്തുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നേ? നമ്മൾ ഈ വേറൊരു തലത്തിലോട്ട്, ആത്മീയ തലത്തിലോട്ട് നമ്മൾ ചിന്തകൾ ഇരിക്കുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ ഇംബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ദുരിതത്തിലോട്ട് നീങ്ങത്തേ ഉള്ളൂ. നമുക്ക് ബാലൻസിങ് ഏത് കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ഒരു ബാലൻസ് വേണ്ടേ? നമുക്ക് ഇന്നത്തെ ഒരു ബാലൻസ് ഇല്ല. ഞാൻ നാല് നോക്കി, ആ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആ ഓണർ എന്തും വേണ്ടി പൈസ ഉണ്ടാക്കി എന്തെല്ലാം സുഖത്തിന്റെ നടുവിലിരിക്കുന്നു. അങ്ങനെ എന്തോ ബാലൻസ്, ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പണം കൊണ്ട് അല്ല ഇത്. ഏത് സ്റ്റേറ്റ് ഓഫ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിലും എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഓരോരുത്തരും അവരവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിലേക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മൾ വിത്ത് കമ്പാരിസൺ ആണ്. കമ്പാരിസണിൽ കൂടെ നമ്മളിങ്ങനെ നമ്മുടെ അസ്വസ്ഥത കൂടത്തേ ഉള്ളൂ. നമ്മൾ അതാ പറയും, ഇങ്ങനെ പോകാതിരിക്കണം എന്നുണ്ടെങ്കിലോ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി, ഈ ശാസ്ത്രങ്ങളിൽ കൂടെ അത് മനസ്സിലാവുന്നുള്ളൂ. ഭൗതികമായിട്ട് നമുക്കിത് മനസ്സിലാകത്തില്ല. കാരണം ശരീരം മാത്രത്തിന്റെ ആ ശരീരത്തിന്റെ ലെവലിൽ മാത്രമേ ഇരിക്കുവാ ഞാൻ. എനിക്കൊരു മനസ്സുണ്ട്, ഈ ഈശ്വരനിലാണ് ആ മനസ്സിരിക്കുന്നത് എന്നുള്ള ധാരണ നമുക്കില്ല. ഈശ്വരനാണ് അൾട്ടിമേറ്റ് പീസ്. ആ സ്റ്റേറ്റിലോട്ട് എനിക്ക് പോകാൻ ഒക്കും. ആ പൊട്ടൻഷ്യൽ എന്നിലുണ്ട്. പക്ഷെ നമ്മളിത് അറിയാതെ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മായയിലാണ്. ഈ മായ മാറുന്നത് എങ്ങനെയാ? ഈ ശാസ്ത്ര തത്വങ്ങളെയും അറിവിൽ കൂടെ ഉൾക്കൊണ്ട് അതിനെ സ്വാംശീകരിക്കുക, അതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുക. ഞാൻ അതുമായിട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ പറഞ്ഞ അവിടാണ് ഇത് നടക്കുന്നത്. സ്വസ്ഥത, ബാലൻസിങ്. ഈ ബാലൻസ്ഡാണ് നമുക്ക് സ്വസ്ഥത. അവിടെയും സുഖമുണ്ട് ദുഃഖമുണ്ട്, രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ എനിക്ക് സ്വസ്ഥതയാ. ബാലൻസ് ഇല്ലെങ്കിലോ സുഖം വരുമ്പോൾ മേപ്പോട്ട് ചാടുന്നു, ദുഃഖം വരുമ്പോൾ താപ്പോട്ട് ഇറങ്ങിപ്പോന്നു, ഡിപ്രഷനിൽ പോന്നു. ഇത് രണ്ടും ഇല്ലാതെ ബാലൻസ്ഡ് ആയിട്ട് ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ കാര്യങ്ങളെ, ഈ തത്വങ്ങളെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാവർക്കും ഒക്കത്തില്ല. ഈ ഗീതയിലോട്ട് ഇതൊക്കെ അറിയണമെന്നുള്ള താല്പര്യം വന്നവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവര് തീർച്ചയായിട്ടും അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അവർ എത്രയോ ജന്മങ്ങളിലെ കൂടെ വേണം ഈ സ്റ്റേറ്റിലോട്ട് വരാൻ. ആ ദൈവം ഏതോ ഒരു എവല്യൂഷന്റെ പരിണാമത്തിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റിൽ എത്തിയിരിക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ വെറുതെ കേട്ട് നമ്മൾ കുറച്ചു നേരം കേട്ടിട്ട് എന്തോ പ്രയോജനം? ടൈം പാസ് ആയത്. നമ്മൾ എത്രയോ യൂട്യൂബിലൊക്കെ ഓരോരുത്തരും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ പ്രഭാഷണങ്ങളും അതും കേട്ട് ഇതും കേട്ട് അത് ആത്മീയതയല്ല, നമ്മൾ വെറും ടൈം പാസ് ആണത്. നമ്മൾ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ ഇവിടെ. ഞാൻ ജീവാത്മാവാണ്, എന്നിൽ തന്നെ ഒരു പരമാത്മ ചൈതന്യമുണ്ട്, എനിക്ക് എത്തിച്ചേരേണ്ടത് ആ ചൈതന്യത്തിലോട്ടാണ്. ഇതിനു വേണ്ടി ഞാൻ മനസ്സിലാക്കി ഈ ഗീത എല്ലാ ഉപനിഷത്തിന്റെയും എസൻസാ. ഏതെങ്കിലും ഒരു ഇന്റർപ്രിട്ടേഷൻ ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നത് ചിന്മയാനന്ദ സ്വാമിയുടെ, ആരുടെയും ബാലകൃഷ്ണൻ നായർ സാറിന്റെ ഉണ്ട്, ഇങ്ങനെ ഓരോരുത്തരുടെയും വ്യാഖ്യാനങ്ങളുണ്ട് ഇവിടെ. ഏതെങ്കിലും അവരവർക്ക് താല്പര്യമുള്ള വ്യാഖ്യാനത്തിനെ എടുത്ത് ബേസ് ഇട്ടത് അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ ഈ ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് അർത്ഥം പറഞ്ഞ, അല്ലെങ്കിൽ വളരെ അതൊക്കെ ഓരോരോ പ്രോസസ്സാണ്. നല്ല ചാൻറ്റിങ്ങും അതൊക്കെ നല്ലതാണ് മൈൻഡ്സ് ഡൈവേർട്ട് ചെയ്യാൻ. പക്ഷേ
ഈ മനസ്സിനെ ഈ തത്വങ്ങളെ ഉൾക്കൊള്ളാതെ നമ്മൾ ഗീത ചാൻറ്റ് ചെയ്തിട്ടും ഗീതയെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് കാര്യം? അപ്പം നമ്മൾ ഇതിനെ ഉൾക്കൊള്ളണം. നമ്മുടെ ഇതൊക്കെ അറിയേണ്ടത് എങ്ങനെ? എപ്പോഴായിരുന്നു? ബ്രഹ്മചര്യത്തിലായിരുന്നു. നമ്മുടെ ചെറിയ ഏജിലാണ് ഇതെല്ലാം നമ്മൾ ഈ ഹൃദയസ്ഥമാക്കേണ്ടിയിരുന്നത്. ഈ ഭൗതികമായിട്ടുള്ള ഇതിന്റെ കൺസെപ്റ്റ് ഒന്നും അപ്പം കിട്ടത്തില്ല. ഇതിന്റെ ഒരു ബേസ് ആണ് നമ്മൾ ബ്രഹ്മചര്യത്തിൽ. ഇതിനെല്ലാം ഈ പല സ്തോത്രങ്ങളും ഗുരുസ്തോത്രങ്ങളും ഈ ഗീത ചാൻറ്റിങ്ങും ഇതൊക്കെ അന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ഈ നമ്മുടെ ഗൃഹശാസ്ത്രം വിട്ട് വാനപ്രസ്ഥം എന്നൊരു സ്റ്റേജ് ഉണ്ട്. ആരും ഗൃഹശാസ്ത്രത്തിൽ നിന്ന് വിടുന്നില്ല. നമ്മളൊരു വിഡ്രോവൽ ആവശ്യമുണ്ട് നമുക്ക്. നമ്മൾ ഇന്നത്തെ കാലത്ത് വിഡ്രോവൽ ഉണ്ടോ? നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിഡ്രോവൽ ഉണ്ട്. ഗൃഹശാസ്ത്രം എന്ന് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞാൽ വിഡ്രോവൽ ചെയ്യണം. നമ്മൾ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ? ഫിസിക്കലായിട്ടല്ല, മാനസികമായിട്ട്. മനസ്സിനെ വിഡ്രോ ചെയ്യണം. ഈ വേൾഡിൽ നിന്ന് ഞാൻ പ്രാക്ടീസിലോട്ട് വരണം. വാനപ്രസ്ഥം ഒരു പ്രാക്ടീസിന്റെ സമയമാണ്. അപ്പം ഇതിൽ കൂടെ എനിക്ക് സ്വസ്ഥതയാണ്. അപ്പൊ ജീവിതത്തിൽ ഇത് പറഞ്ഞ അവസാനം വരുമ്പോൾ പറയും ആഗ്രഹയുടെ എണ്ണ എത്രയോ മടങ്ങ് അധികമാണ്. ഭൗതിക ശാസ്ത്രജ്ഞാനത്തിന്റെ സഹായത്തോടെ കുത്തക മുതലാളികളും വ്യവസായ പ്രമുഖരും പുതിയ പുതിയ ആഗ്രഹങ്ങൾ മനുഷ്യ മനസ്സിൽ കുത്തിത്തിരികുന്നു. പിന്നീട് അവയെ നിറവേറ്റാൻ കിണഞ്ഞു ശ്രമിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നതാണ് കൂടുതൽ സുഖം നേടാനുള്ള ഉപായം എന്ന മിഥ്യാധാരണ സാധാരണക്കാർ വരുന്നു. അത് ഇന്നത്തെ ട്രെൻഡ് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ആഗ്രഹം നിവൃത്തി വരുമ്പോഴാണ് സമാനത നമ്മൾ ഇന്നത്തെ ഭ്രമിച്ചു പോവുകയാണ്. എന്നാൽ ആഗ്രഹ പൂർത്തീകരണമല്ല സുഖത്തിന്റെ മാനദണ്ഡമെന്ന് കണ്ടറിഞ്ഞവരാണ് വിചാരശീലരും സൂക്ഷ്മ നിരീക്ഷകരും അനുഭവ സമ്പന്നരുമായ ഭാരതീയ ദാർശനികന്മാർ. ഓരോ ആളുടെയും ഉള്ളിൽ പൂർത്തീകരിക്കപ്പെടാത്ത ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവയിൽ ഏതാനും ചിലത് പൂർത്തീകരിക്കുമ്പോൾ പൂർണ്ണമായ സുഖം അനുഭവപ്പെടാൻ വയ്യല്ലോ. നമ്മളിൽ ഒരു 100 ആഗ്രഹങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിനകത്ത് ഒരു 25 പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പൂർണ്ണ സുഖം കിട്ടുന്നേ? നമ്മുടെ സുഖം 25% ഉള്ളൂ. 100 ആഗ്രഹത്തിന് 25 ആഗ്രഹങ്ങൾ സാധിച്ചു. അപ്പം 25% ഉള്ളൂ നമ്മുടെ സുഖം. എങ്ങനെ പൂർണ്ണത? ആ സുഖം എങ്ങനെ പൂർണ്ണതയത്തിൽ എത്തുന്നേ? അപ്പം അതല്ല ഇതിന്റെ ഇത്. അപ്പം പൂർത്തീകരിക്കപ്പെട്ട ആഗ്രഹങ്ങളുടെ എണ്ണത്തെ വ്യക്തികളുടെ മൊത്തം ആഗ്രഹങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കിട്ടുന്നതായിരിക്കും. ഇത് മാത്തമാറ്റിക്കലായിട്ട് പറയുകയാണ്. ഈ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റിയാണ്. എനിക്ക് 100 ആഗ്രഹങ്ങളുണ്ട്. 100 ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ സുഖം. മൊത്തം ആഗ്രഹങ്ങൾ 100, പൂർത്തീകരിച്ചതും 100. 100 ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു. അപ്പം 100 ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു ഡിവൈഡ് ബൈ ടോട്ടൽ ആഗ്രഹങ്ങൾ 100 ഈക്വൽ ടു 1. അത് പൂർണ്ണതയെത്തും. അങ്ങനെ ഒരു സ്റ്റേറ്റ് വരുമോ? ഒരു മനുഷ്യജന്മത്തിലും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് ഇവിടെ ഒക്കത്തില്ല. അപ്പം ഈ ഭൗതികവാദികൾ എന്തുവാ? ഈ ആഗ്രഹങ്ങളുടെ എണ്ണം കൂട്ടുകയും വേണം, നിവർത്തിക്കുന്ന കൂട്ടുകയും വേണം. അതിന് പകരം നാലിച്ചു നോക്കിയേ, ഈ ഡിനോമിനേറ്ററിലുള്ള ടോട്ടൽ ആഗ്രഹങ്ങൾ കുറഞ്ഞു വന്നാലോ, മറ്റേത് മേളിൽ കൂടി വന്നാലോ യൂണിറ്റിലോട്ട് അടുക്കും, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിരിക്കും ഇത് ഉണ്ടാകുന്നത്. അപ്പം ഈ വസ്തുത ഭൗതികവാദികളും സമ്മതിക്കുമെങ്കിൽ അവരുടെയും ഋഷിമാരുടെയും സമരങ്ങളും വലിയ അന്തരമായത്. നമ്മൾ ഭൗതികവാദി കാണുന്ന രീതിയിലല്ല ഈ ബാലൻസ്ഡ് മൈൻഡിലോട്ട് വരുമ്പോൾ. നിറവേറ്റപ്പെടുന്ന ആഗ്രഹങ്ങളുടെ എണ്ണം കൂട്ടാനാണ് ഭൗതികവാദം ശ്രമിക്കുന്നത്. അത് വേണ്ടെന്നല്ല, മൊത്തം ആഗ്രഹങ്ങളുടെ എണ്ണം ചുരുക്കാൻ നോക്കാതെ നിറവേറ്റപ്പെടുന്നവയുടെ എണ്ണം കൂട്ടിയത് കൊണ്ട് ആയില്ല എന്നാണ് ഋഷിമാർ. നമ്മുടെ ആഗ്രഹങ്ങളെ ലിമിറ്റ് ചെയ്യണം. ലിമിറ്റേഷൻ സപ്രഷൻ അല്ലത്. നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കുന്നതോടും നമ്മുടെ ഇതിൽ നമ്മുടെ ആ ട്രെൻഡിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളിൽ അതില്ലാതായി തീരും. നമ്മുടെ ആഗ്രഹങ്ങൾ അതായിട്ട് നമുക്കറിയാം. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എല്ലാ സിനിമകളും കണ്ടുകൊണ്ടിരുന്ന എല്ലാ മലയാള സിനിമ വരുമ്പോൾ പെട്ടെന്ന് പോയി കാണും. നല്ല നല്ല ഡയറക്ടേഴ്സ്. എനിക്ക് ആ ഒരു ഇതിലോട്ട് തിരിഞ്ഞ് ഇതിനകത്തിലോട്ട് ഇൻട്രസ്റ്റ് വന്നതിന് ശേഷം ഇപ്പം ഒരു സിനിമ അത് ഞാൻ മാറ്റിവെച്ചതല്ല. ഇപ്പം ഞാൻ ആരും നിർബന്ധിച്ചാൽ പോലും എനിക്ക് കാണാൻ ഒക്കുന്നില്ല. കാരണം നമ്മൾ ഇതുമായിട്ട് സിങ്ക്രണൈസ് ആയി. അപ്പൊ എൻ്റെ മറ്റുള്ള ആഗ്രഹങ്ങളിൽ നമ്മൾ മാറുക. ഇതുപോലെ പറഞ്ഞല്ലോ, നമ്മുടെ അനുഭവം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. നമുക്ക് ആരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ അനുഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സുഖം വർദ്ധിക്കണമെങ്കിൽ ആഗ്രഹം ചുരുക്കണമെന്ന വസ്തുതയെ എന്ന പ്രകാരമുണ്ട്. വിഷയങ്ങളിൽ വിരക്തി വന്നാൽ മനസ്സടങ്ങും, ആഗ്രഹങ്ങൾ ഉദിക്കാതാവും. മനുഷ്യനെ വലയ്ക്കുന്നത് വിഷയങ്ങളല്ല, വിഷയാസക്തിയാണ്. നമുക്ക് ഈ ആഗ്രഹത്തിനുള്ള അറ്റാച്ച്മെന്റ്. എനിക്കൊരു ആഗ്രഹം തെറ്റില്ല, അത് അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ ഇത് നടന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഒക്കത്തില്ല. ഈ അറ്റാച്ച്മെന്റിനോട് വരുന്നൊരു സംഗതി ഇതാ. അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിലോ നടന്നാലും ഓക്കെ, നടന്നാൽ നല്ലതാ, ഇല്ലേലും ഓക്കെ.
ആ രീതിയിലോട്ട് വരും. ഇതുമായിട്ട് ഈ ആഗ്രഹമായിട്ട് ഞാൻ അങ്ങ് വളരെ അറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലാണ് വ്യക്തികളുമായിട്ട്, ഏത് സാഹചര്യങ്ങളുമായിട്ട് എനിക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഈ സാഹചര്യത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങ് അറ്റാച്ച്ഡ് ആവുക. ഈ ആസക്തിയാണ് നമ്മളെ ദുരിതത്തിലാഴ്ത്തുന്നത്. ഈ ആസക്തി നമ്മൾ അത് മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അല്ലാതെ എനിക്ക് അൾട്ടിമേറ്റ് സ്വസ്ഥത വേണോ, ഞാൻ ഇങ്ങനെ പോകണം, ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഞാൻ എൻ്റെ ആംഗ്ലണ്ടെങ്കിൽ പറയും ഞാൻ ഈ വേൾഡ്ലി ആയിട്ട് ഇങ്ങനെ എനിക്ക് വേറെ സൈഡുണ്ട്. ഒരു സൈഡല്ല, നമ്മളിപ്പോൾ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ ബോഡിയുടെ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. എനിക്കൊരു മൈൻഡ് ഉണ്ട്. ഈ മൈൻഡ് വന്നേക്കുന്നത് ഈശ്വരനിൽ നിന്നതാണ്. ഈശ്വരൻ എന്നിലുണ്ട്. നമ്മളത് തിരിച്ചറിയും. നമ്മൾ വേറെ എവിടെയോ ആണ് ഈശ്വരനെ കാണുന്നത്. നമ്മളിലുള്ള ഈശ്വരനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കണം. ആ ശക്തിയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ഇതങ്ങനല്ല. എൻ്റെ മെഡിക്കലാണ് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നത്. എൻ്റെ ഹാർഡ് വർക്ക് ഫെയിലിയർ വരുമ്പോഴോ ദൈവം എന്നെ ശിക്ഷിച്ചു. നമ്മൾ ഈ രീതിയിലോട്ട് പോവുകയാണ്. മനസ്സിലെ സർവ്വകാമനകളെയും വെടിയുന്നതോടെ മനുഷ്യൻ സ്ഥിതപ്രജ്ഞനായി തീരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ സ്ഥിതപ്രജ്ഞ ലക്ഷ്യം. ഈ ആത്മസംയമനം, ഇത് ഞാൻ നേരത്തെ ശ്ലോകങ്ങളില്ല, ഇന്ദ്രിയ സംയമനം, മനസ്സംയമനം, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ആത്മസംയമനം. ഈ സെൽഫ് കൺട്രോൾ എന്നുവെച്ചാൽ സപ്രഷൻ അല്ല. ഈ ആത്മസംയമനം പരിശീലിക്കുക എന്നുള്ളത് വളരെ, അതിന് പറഞ്ഞ് നമ്മൾ ഗീത പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ തമ്മിൽ സംസാരിക്കുക. നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും തമ്മിൽ സംസാരിക്കുക. ക്ലിയർ ചെയ്ത് ഈ സത്സംഗമാണ് ഇതിന്റെ ഏറ്റവും ബേസിസ്. നിങ്ങളിരുന്ന് വായിക്കുക, ചിന്തിക്കുക മാത്രമല്ല, സത്സംഗം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഞാൻ മാത്രം ഇരുന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രം ഒരു ഇതല്ല. സംസാരിക്കണം. നിങ്ങൾ ആരോട്, നിങ്ങൾക്ക് ഫ്രീഡം ഉള്ളവരോട് ഇതൊക്കെ നിങ്ങൾ സംസാരിക്കണം. നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ പോരാ. അതൊരു വളരെ വലിയ പ്രാക്ടീസ്. ഈ ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകമുണ്ട്, സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി. ജീവൻ മുക്തി എന്നുള്ളതാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ബാലൻസ്ഡ് മൈൻഡ്, സമചിത്തത. സമചിത്തത ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈശ്വരോട്ട് ലയിക്കാം. ഇത് രണ്ടും, ജീവൻ മുക്തിയും ബ്രഹ്മനിർവാണവും. ഈ മോക്ഷത്തിന് ജീവൻ മുക്തിയും ബ്രഹ്മനിർവാണം, ഇത് രണ്ടോട് ചേർന്നാണ് മോക്ഷം. കാരണം ഈ ജീവൻ മുക്തി അവസ്ഥയിൽ വരാൻ അനുസരിച്ച് സ്ഥിതപ്രജ്ഞനാകാൻ സത്സംഗത്തിൽ നിന്നാണ് ആരംഭം. നമ്മൾ ഈ ശ്രവണം, മനനം, നിധിധ്യാസനം അതൊരു പ്രോസസ്സാണ്. ഇതിൽ കൂടെ സത്സംഗങ്ങൾ എന്നുവെച്ചാൽ രണ്ടുപേര്, ഒരു വലിയ ഗ്രൂപ്പല്ല, രണ്ടുപേര് സംസാരിക്കാം ഈ സത്തിനെ കുറിച്ച്. നമ്മളിപ്പോ രണ്ടുപേര് ചേർന്ന് എന്തോ സംസാരിക്കുന്നേ, മറ്റുള്ള വീട്ടിലെ വിശേഷങ്ങളും അവരവരുടെ വീട്ടിലെ വിശേഷങ്ങളും ഇതൊക്കെ നമ്മൾ സത്ത്, അതൊക്കെ അസത്താണ്. സത്സംഗം, നമ്മൾ ഈ രണ്ടുപേര് ചെന്ന് സംസാരിക്കുമ്പോഴേ ഈ സത്തിനെ കുറിച്ച്, സത്ത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, പരമാത്മ ചൈതന്യമാണ്. ആ പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ് ഞാൻ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഈ ശാസ്ത്ര സത്യങ്ങളെ നമ്മൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സത്സംഗത്തിൽ കൂടെ നമ്മൾ അസത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അല്ല, സത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. സത്സംഗത്തിൽ കൂടെ നമുക്ക് എന്തോ നിസ്സംഗത്വമാവും. അത് ഉറച്ചു കഴിഞ്ഞാൽ ഡിസ്പാഷൻ, സംഘം വിടും. നമ്മൾ ഈ വേൾഡുമായിട്ടുള്ള സംഘം എന്ന് വെച്ചാൽ മാറിപ്പോന്നില്ല, നമ്മുടെ മനസ്സ് ഡിറ്റാച്ച്ഡ് ആവും. അപ്പം ഞാൻ സമയമായി, ഇപ്പൊ കട്ടാവും, അടുത്തതിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു ശ്ലോകം മാത്രം, സത്സംഗത്തെ നിസ്സംഗത്വം എന്നുള്ളത് നാളെ പറഞ്ഞിട്ട് അടുത്തതിലോട്ട് പോവാം. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ തമ്മിൽ സംസാരിക്കണം, ക്ലോസ് ആയിട്ടുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക.